ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളെ നെത്തോലി നെത്തോലി ഫ്രൈ അല്ല, നെത്തോലി ഒന്ന് പുരട്ടിയെടുക്കുന്നു അങ്ങനെ പറയാം. അതും കപ്പയുമാണ് കേട്ടോ, മരിച്ചീനി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെത്തോലി മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ചുമന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ സവാളയിൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ നെത്തോലി ഇങ്ങനെ വെക്കുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർക്കുമ്പം സവാള പെട്ടെന്ന് വഴന്ന് വരാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ സവാള എത്രത്തോളം നല്ല ബ്രൗൺ നിറമായി കിട്ടുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഞാൻ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ നെത്തോലി കുട്ടന്മാരെയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അധികം ഇട്ട് ഇളക്കരുത്, എങ്കിൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കാനേ പാടുള്ളൂ. ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തട്ടി പൊത്തിയതിന് ശേഷം ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാമേ. വേറെ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. അടച്ച് വയ്ക്കുമ്പോൾ ആ ആവിയിലിരുന്ന് തന്നെ നമ്മുടെ ഈ നെത്തോലി റെഡിയായി കിട്ടും. ഇനി നമുക്ക് മരിച്ചിനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മരിച്ചിനി കഴുകി വൃത്തിയാക്കി കൊത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി 2-3 വെള്ളം കഴുകി എടുക്കണം. 2-3 വെള്ളം കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മുടെ മരിച്ചിനിയെല്ലാം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാമേ.
അങ്ങനെ നമ്മുടെ മരിച്ചിനി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാമേ. ഇനി നമുക്കിത് ഒന്ന് കടുവറുത്തെടുക്കണം. ഞാൻ അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മരിച്ചീനി ഊറ്റിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും നമ്മുടെ ഈ കടുകും ഇതെല്ലാം വരത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കേണ്ട. അങ്ങനെ നമ്മുടെ മരിച്ചീനിയും നെത്തോലി മീൻ പെരട്ടും റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.